അതെ, ഈ പണ്ട് കാലത്തെ നമ്മുടെ ആരോഗ്യം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള നാടൻ കൊപ്ര, അത് നല്ല ശുദ്ധമായത്, അതുപോലെയുള്ള ശുദ്ധമായ നല്ല ഉൽപ്പന്നങ്ങൾ ലഭിക്കുമ്പോൾ അത് നമ്മളിങ്ങനെ മണ്ണിലും മഴയിലും ഒക്കെ കിടന്നാലും അത് നമ്മൾ കഴിക്കും, നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ വലിയ ബുദ്ധിമുട്ടാണ്. എന്നാൽ നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ ലഭിക്കുന്ന മനോഹരമായ ഒരു സ്ഥാപനത്തെയാണ് ലൈവ് ടി വിയുടെ എൻ്റയർ മീഡിയ ടീം ചോയ്സ് ഓഫ് കേരള എന്ന പ്രോഗ്രാമിലൂടെ പരിചയപ്പെടുത്തുന്നത്. കാണുമ്പോൾ തന്നെ അറിഞ്ഞൂടെ, നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ ലഭിക്കുന്ന നമ്മുടെ കോട്ടയം ജില്ലയിലെ വാരിശ്ശേരിയിലെ സഞ്ജീവനി ലൈവ് കോക്കനട്ട് ഓയിൽ ശുദ്ധമാണ്, ധൈര്യപൂർവ്വം നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇത് നിർമ്മിക്കുന്നത് എങ്ങനെയെന്ന് ലൈവായിട്ട് തന്നെ നമുക്കൊന്ന് കണ്ടാലോ. അപ്പോൾ നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിന് ഇന്ന് ഏറ്റവും അത്യന്താപേക്ഷിതം നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയാണ്. അപ്പോൾ നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിന് പ്രധാന പങ്ക് വഹിക്കുന്ന സഞ്ജീവനി ലൈവ് കോക്കനട്ട് ഓയിലിൻ്റെ പ്രിയപ്പെട്ട പ്രൊപ്പറേറ്റർ അരുൺ ബാബു സാറാണ് എന്നോടൊപ്പം ഉള്ളത്. സാർ നമസ്കാരം. നമസ്കാരം. ആദ്യമേ ഒരു ബിഗ് ഷെയ്ക്കാൻ്റെ തരുന്നു. കാര്യം എന്താണെന്നറിയാമോ, ഈ എണ്ണകൾ പല സർവത്രമായതാണ്, പക്ഷെ അതിനൊക്കെ വിപരീതമായിട്ട് നല്ല ലൈവ് വെളിച്ചെണ്ണ, അതും ആളുകൾ കാണുക ഉണ്ടാക്കി കൊടുക്കുന്നു. അപ്പോൾ ഈ ശുദ്ധമായ വെളിച്ചെണ്ണ, ഇങ്ങനൊരു കൺസെപ്റ്റ് താങ്കളുടെ മനസ്സിലേക്ക് എത്താനുള്ള ഒരു പ്രചോദനം എന്താണ്? നമ്മുടെ നാട്ടുകാർക്കും അയൽവക്കംകാർക്കും ഒക്കെ ശുദ്ധമായിട്ടുള്ള സാധനം കൊടുക്കാനുള്ളൊരു തീരുമാനമാണ് ആദ്യം എനിക്ക് വന്നത്. ഞാനിത് പല സ്ഥലങ്ങളിലും ഞാനിത് കണ്ടിട്ടുണ്ട്. അവിടെ നിന്ന് അത് പോയി കണ്ടു പഠിച്ചു. അങ്ങനെ ഞാൻ ഒരു 3 മാസം ഇതിനെ വെച്ച് സ്റ്റഡി ചെയ്തു. ആ സ്റ്റഡി ചെയ്തതിൻ്റെ പുറത്താണ് ഞാൻ ഇതിൻ്റെ പുറകെ നടന്നത്. അങ്ങനെ നമുക്കിത് 3 രീതിയിലാണ് ഇത് പ്രോസസ്സ് ചെയ്തെടുക്കുന്നത്. ആദ്യം നമ്മൾ തേങ്ങ പുറത്തുനിന്ന് മേടിക്കും. കേരളത്തിൽ തന്നെയാണോ? കോട്ടയത്ത് നിന്ന് തന്നെ തേങ്ങ ഹോൾസെയിലിൽ എടുത്തിട്ട് നമുക്ക് 3 പ്രോസസ്സിങ് വഴിയാണ് നമ്മൾ ഈ വെളിച്ചെണ്ണ മാർക്കറ്റിൽ ഇറക്കുന്നത്. അതൊക്കെ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമുക്ക് ലൈവായിട്ട് സഞ്ജീവനിയുടെ പ്രോസസ്സിങ് കാണാം. ഇതാണ് ട്രയർ. ഇതിനകത്ത് നമുക്കൊരു 80 കിലോ തേങ്ങ പൊട്ടിച്ച് വെക്കാൻ പറ്റും. 80 കിലോ തേങ്ങ എന്ന് പറയുമ്പോൾ ഒരു 140 തേങ്ങ നമുക്ക് പൊട്ടിച്ച് ഇതിനകത്ത് വെക്കാൻ പറ്റും. ഉണങ്ങാൻ വേണ്ടി നമ്മളിത് തേങ്ങ നേരെ പൊട്ടിച്ചിട്ട് നമ്മൾ കയറ്റി വെക്കുക. നമുക്ക് ഇതിനകത്ത് 2 രീതി വെക്കാം. ഒന്ന്, ഇത് തേങ്ങ പകുതി കൊപ്ര ആയതിനു ശേഷം ഈ കട്ടറയിട്ട് പീസാക്കാം. അങ്ങനെ പീസാക്കിയ സാധനമാണ് നമ്മളിത് ഈ ഒരു രീതിയിൽ ഇത് കണ്ട ഈ ഒരു രീതിയിൽ ഈ സാധനം ട്രൈ ആവും. നല്ല സ്റ്റൈലായിട്ട് പൊടിച്ചെടുക്കുന്നുണ്ടോ? അതാണ് സംഭവം. ഓക്കെ, ഇതിനകത്ത് വെച്ച് ഇത് നമുക്കൊരു 24 hours ആണ് ഇതിനകത്ത് നമ്മൾ തേങ്ങ മുറിച്ച് വെക്കേണ്ടത്. ഈ മെഷീനിൽ നിന്ന് നേരെ നമ്മൾ ഈ സാധനം ഹീറ്റിംഗ് ടൈം എന്ന് പറയുന്നത് 24 hours. ഇത് നമ്മളൊരു കമ്പനി ഓൾറെഡി നമുക്ക് 60 ഡിഗ്രിയിൽ ചെയ്ത് വെച്ചിരിക്കുക. നമ്മളായിട്ടൊന്നും ചെയ്യേണ്ട, മെഷീൻ ഓൺ ആക്കിയാൽ മാത്രം മതി. ഇത് നമ്മൾ ഈ മെഷീനിൽ നിന്ന് തേങ്ങ നമുക്ക് ഈ ഒരു രീതി കിട്ടും. പണ്ടൊക്കെ നമ്മുടെ വീട്ടിലെ വല്യമാരൊക്കെ അമ്മമാരും ഒക്കെ ഇങ്ങനെ പൊട്ടിച്ച് വരമ്പിലൊക്കെ ഇങ്ങനെ ഉണങ്ങി നമ്മളെ ഇങ്ങനെ കാവലെടുക്കും, കാക്കയും കോഴിയൊക്കെ കൊണ്ടുപോകാതെ. അതൊന്നും വേണ്ട, നേരെ ഇപ്പൊ നേരെ നമുക്ക് ലൈവായിട്ട് ഈ ഒരു മെഷീൻ നമുക്ക് ഇത് ചെയ്തു തരും. കാണിച്ചു തരാം. അപ്പൊ ഇതിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? അതുകൊണ്ട് കൊപ്ര ഈ രീതിയിൽ പീസാക്കി നമ്മൾ എടുക്കുമായിരിക്കും. ഇതുണ്ട്, ഈ പീസ് കട്ട് ചെയ്ത് തരും. ഞാൻ നമ്മൾ ഇട്ട് കൊടുക്കുമോ? തേങ്ങ ഓരോ പീസ് ഇട്ട് കൊടുത്തേ. അപ്പൊ ഇനി ഇത് കഴിഞ്ഞു, രണ്ടാമത്തെ പ്രോസസ്സ് കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ നമ്മൾ എസ്പെല്ലറിയിലോട്ട് നമ്മൾ എണ്ണ ആട്ടാനായിട്ട് ഈ കൊപ്ര എടുത്തിട്ടോണ്ടിരിക്കും. അപ്പൊ ആളുകൾ വരുന്ന അനുസരിച്ച് നമുക്ക് ലൈവായിട്ട് ചെയ്ത് കൊടുത്തോണ്ടിരിക്കാം. ആ എസ്പെല്ലറി നമുക്കൊരു 35 മിനിറ്റിൽ 5 കിലോ കൊപ്ര ആട്ടാൻ പറ്റും. 5 കിലോ കൊപ്ര ആട്ടിയാൽ നമുക്കൊരു 3.5 ലിറ്റർ എണ്ണ കിട്ടും. ഓ, അത് ശരി. എല്ലാം പുതിയ കണ്ടുപിടുത്തങ്ങളും സംഭവങ്ങളും അല്ലേ, ടെക്നോളജികളാണ്. ഓക്കെ, നമുക്ക് അതുകൂടെ ഒന്ന് കാണാം. അതെ, ഫിനിഷിംഗ് ഘട്ടം തയ്യാറാക്കുന്നത് ഒരു വീട്ടമ്മയുടെ മേൽനോട്ടത്തിലാണ്. വീട്ടമ്മ വേറെ കാര്യമല്ല, നമ്മൾ അരുൺ സാറിൻ്റെ വൈഫ് സിജി മാഡം തന്നെയാണ്. വീട്ടിലേക്കൊക്കെ നമ്മൾ എടുക്കുമ്പോൾ അമ്മമാരല്ലേ ഇതെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് പറഞ്ഞ പോലെ
ഒരു വീട്ടമ്മയായ പ്രിയപ്പെട്ട സിജി മാഡം, ഇനി ലാസ്റ്റത്തെ പ്രോസസ്സ് എന്താണ്? ഇനി അടുത്തത് നമ്മൾ നേരെ വരുന്നത് എക്സ്പെല്ലറിലേക്കാണ്. ഇതിനകത്താണ് നമ്മൾ കൊപ്ര ആട്ടി എണ്ണ എടുക്കുന്നത്. ഓ അത് ശരി. ഓക്കെ, അപ്പോൾ എക്സ്പെല്ലർ വർക്ക് ചെയ്യുന്നത് ഇതിനകത്ത് 2 ഇൻഡിക്കേറ്ററാണ് നമുക്ക് വരുന്നത്. ഹീറ്റർ ഇൻഡിക്കേറ്ററും ഉണ്ട്, മോട്ടോർ ഇൻഡിക്കേറ്ററും ഉണ്ട്. ഇതിനകത്ത് നമ്മൾ കുറച്ചൊരു ഹീറ്റ് സെറ്റിങ്സും ചെയ്യേണ്ട ആവശ്യമുണ്ട്. കൊപ്രയുടെ ഉണക്കിൻ്റെ അനുസരിച്ചാണ് നമ്മൾ ഹീറ്റ് സെറ്റിങ്സ് കൊടുക്കുന്നത്. ഓ അപ്പോൾ നമ്മുടെ ട്രെയറിൽ നിന്ന് ഉണങ്ങി അതിൻ്റെ കാര്യങ്ങളെല്ലാം കഴിച്ചിട്ട് നേരെ സെക്കൻഡ് പ്രോസസ്സും കഴിച്ചിട്ട് ഇങ്ങോട്ട് വരുന്നു അല്ലേ? അതെ. ഇനി ഇതിൻ്റെ ടെമ്പറേച്ചർ 150 വരെ എത്തിയതിന് ശേഷമാണ് നമ്മൾ മോട്ടോർ ഓൺ ചെയ്യുന്നത്. ഓ അതിന് ശേഷമാണ് നമ്മൾ കൊപ്ര ഇട്ട് കൊടുക്കുന്നത്. അത് 150 ആവണം അല്ലേ? അതെ, 150 ആവണം. അപ്പോഴേ നമുക്ക് കൃത്യമായിട്ട് എണ്ണ കിട്ടി തുടങ്ങത്തുള്ളൂ. അതിന് മെഷീനൊക്കെ നമ്മൾ ഇമ്പോർട്ടൻ്റ് സാധനങ്ങളാണോ സാർ? അല്ല, ഇത് ഹൈദരാബാദ് പെയിന്റ്സ് ആണ്. നമുക്ക് ഇതിന്റെ ഏജൻസി ഉണ്ട് തൃശ്ശൂര്. ഏജൻസി മുഖേനയാണ് നമ്മൾ എടുത്തത്. ഈ മെഷീൻ നമുക്ക് സബ്സിഡി കിട്ടും 35%. നമ്മൾ സബ്സിഡി നോക്കിയില്ല, ലോൺ സാക്ഷനായി വിറ്റ ടൈം എടുക്കും. നമ്മൾ ഓൺ ക്യാഷ് കൊടുക്കും. ശരി. അതേപോലെ തന്നെ നമ്മൾ ഇത് ഇപ്പം നമ്മൾ ഈ എണ്ണ നമ്മൾ കടകളിൽ സപ്ലൈ ചെയ്യണോ ഇവിടെ വന്ന് വാങ്ങണോ? അല്ല, എനിക്ക് ഹോൾസെയിൽ റീറ്റെയിൽ രണ്ടും ഉണ്ട്. രണ്ടുമുണ്ട്. കേരളത്തിൽ അല്ല കോട്ടയം ജില്ലയിൽ മാത്രമാണോ അതോ മൊത്തത്തിലുണ്ടോ? തൽക്കാലം കോട്ടയം ജില്ല മാത്രം ഫോക്കസ് ചെയ്യാം. അപ്പോൾ എല്ലാ ജില്ലയാകാൻ വേണ്ടി എല്ലാവിധ ആശംസകളും. 123 ഇങ്ങനെ റീഡിങ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് കൊപ്ര ഇടാൻ വേണ്ടിയുള്ള താമസത്തോടെ വരുന്നത്. അതിനുശേഷം 35 മിനിറ്റോളം എടുക്കും. അങ്ങനെയാണോ? 1 കിലോ കൊപ്ര 35 മിനിറ്റിനുള്ളിൽ നമുക്ക് ആട്ടിയെടുക്കാൻ പറ്റും. ഒരു 3.5 ലിറ്റർ എണ്ണ നമുക്ക് അതിൽ നിന്ന് കിട്ടും. അത് ശരി. ഡെയിലി നമുക്കൊരു 25 ലിറ്റർ എണ്ണ വിൽക്കാൻ പറ്റും. ആളുകൾ വരുമ്പോൾ പറയാമോ ഇതിനകത്ത് ഡയറക്റ്റ് കാണണം എന്നൊക്കെ പറയാമോ അല്ലേ? പറയാറുണ്ട്. ചിലരെ കാണിച്ചു കൊടുത്തിട്ടുണ്ട്, ചിലരെ ബോട്ടിലെടുക്കുന്നു. അത് ശരി. അപ്പോൾ ശരിക്കും പേര് പോലെ തന്നെയാണ് ലൈവ് കോക്കനട്ട് ഓയിൽ. ലൈവായിട്ട് തന്നെ കൊടുക്കുന്നു അല്ലേ? ലൈവ് ഫാസ്റ്റ് ഫുഡ് എന്നൊക്കെ പറയുന്നത് അല്ലേ? ലൈവ് കോക്കനട്ട് ഓയിൽ. ഇപ്പോൾ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ എല്ലാ മായങ്ങളൊക്കെ ആകുമ്പോൾ ആളുകൾക്ക് ഒരു വിശ്വാസം, അത് കാണാൻ വേണ്ടിയാണ് ശരിക്കും ഇങ്ങനെ കാണിച്ചു കൊടുത്തുകൊണ്ട് നമ്മൾ ചെയ്യുന്നത് അല്ലേ? അത് വലിയൊരു കാര്യം തന്നെയാണ്. അപ്പോൾ 150 ആയിരിക്കുകയാണ് ഇനിയുള്ള സംഭവം. നമ്മൾ മോട്ടോർ ഓൺ ചെയ്യാണ്. ഓ, മോട്ടോർ ഇപ്പോൾ വർക്ക് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. മോട്ടർ ഓൺ ആയിട്ടുണ്ട്. നമ്മൾ കുറേശ്ശെയായിട്ട് കുറേശ്ശെ നമ്മളതിലേക്ക് ഇൻസേർട്ട് ചെയ്യാണ് മെഷീനിലേക്ക്. നല്ല ലൈവ് കോക്കനട്ട് ഓയിൽ, നാച്ചുറൽ വെളിച്ചെണ്ണ, മായമില്ലാത്ത കലർപ്പില്ലാത്ത വെളിച്ചെണ്ണ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തുടക്കത്തിൽ കാണിച്ച പോലെ അല്ല, തുടക്കത്തിൽ തന്നെ ഇവിടെ ഇരുന്നാണ് കാണിച്ചത്. ഇപ്പോൾ ഇത് ആട്ടി തന്ന വെളിച്ചെണ്ണ ഉണ്ടോ, പ്യുവറായിട്ട് നമുക്ക് തന്നിരിക്കുകയാണ്. ശരിക്കും ഞാൻ കണ്ടിരിക്കുന്ന മാഡം ഈ ചക്കിലാട്ടിയ വെളിച്ചെണ്ണ എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. പണ്ടത്തെ നമ്മൾ വലിയ ഡ്രം പോലത്തെ സംഭവത്തിലൊക്കെ ഇങ്ങനെ ഇട്ട് ചെയ്യുന്നത്. അതും ഈ ഒരു പ്രോസസ്സുമായിട്ട് എന്താണ് വ്യത്യാസം? ശരിക്കും പറഞ്ഞാൽ ചക്കിലാട്ടിയതും ഈ എക്സ്പെല്ലറും തമ്മിലുള്ള വ്യത്യാസം മെയിനായിട്ട് വരുന്നത് അതിൻ്റെ ഹീറ്റിനുള്ള ഒരു വേരിയേഷനാണ് വരുന്നത്. ഇതിൽ കമ്പാരിറ്റീവ്ലി ലോ ഹീറ്റാണ് വരുന്നത്. അതുകൂടാതെ ചക്കിലാട്ടുന്നതാകുമ്പോഴത്തേക്കും നമ്മൾ പിണ്ണാക്ക് റിപ്പീറ്റഡ് ആയിട്ട് 3-4 പ്രാവശ്യമൊക്കെ ആട്ടി എടുക്കേണ്ടി വരും. അപ്പോഴേ നമുക്ക് അതിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് എണ്ണ കിട്ടത്തുള്ളൂ. എക്സ്പെല്ലർ ആകുമ്പോഴത്തേക്കും നമ്മൾ ഒറ്റ തവണ ഇടുമ്പോഴേ ഏതാണ്ട് 75%ഓളം നമുക്ക് അതിൽ നിന്ന് എണ്ണ കിട്ടും. രണ്ടാമത് ആട്ടാൻ പറ്റില്ല. ആ ഒരു രീതിയിലാണ് അതിൻ്റെ ഒരു വേരിയേഷൻ വരുന്നത്. ശരിക്കും ആരോഗ്യ സംരക്ഷണത്തിന് ഏറ്റവും അത്യുത്തമമാണ്. അതെ, നല്ല പ്യുവറായിട്ട് ലോ ഹീറ്റിലാണ് നമ്മൾ ഈ ഒരു എണ്ണ റെഡിയാക്കി എടുക്കുന്നത്. ശരി. എനിക്ക് തോന്നുന്നു ശരിക്കും കോട്ടയം ജില്ലയിലെ സമീപ ജില്ലകളിലൊന്നും ഞാൻ കണ്ടിട്ടില്ല ഈ ലൈവ് കോക്കനട്ട് ഓയിൽ. ഇവിടെ ആദ്യമായിട്ടാണെന്ന് എനിക്ക് തോന്നുന്നു അല്ലേ? എനിക്ക് തോന്നുന്നത് ഞാൻ കണ്ടേക്കുന്ന എല്ലായിടത്തും ചക്കിലിട്ടാട്ടിയ സാധനമാണ്. ഈ ലൈവ് കോക്കനട്ട് ഓയിൽ എന്നുള്ള പരിപാടി ഞാനാണ് കൊണ്ടുവന്നത്. ഞാൻ പറയുന്നില്ല, പക്ഷെ ഞാൻ കണ്ടിട്ടില്ല. ഇത് ഇപ്പൊ ഇവിടെ കൊണ്ടുവന്നിട്ടേക്കുന്നത് ഞാനാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ എനിക്ക് പറയാനുള്ളത് കോട്ടയം ജില്ലയിലെ ഈ വാരിശ്ശേരിയിൽ മാത്രമേ ഒതുക്കാതെ കേരളത്തിൽ ഇങ്ങോളമുള്ള എല്ലാ വീടുകളിലും ഇത് ചെല്ലേണ്ട ഒരു അത്യന്തം ആവശ്യമാണ്. കാര്യം ഏറ്റവും കൂടുതൽ മായം ചേർക്കാൻ പറ്റുന്നൊരു സംഭവമാണ്. നമ്മൾ കണ്ടുവരുന്നതാണ്. ഓരോ അനുദിനം നമ്മൾ പത്രങ്ങളിൽ വരുന്നതാണ്. പ്ലാസ്റ്റിക്കുകൾ ചേർക്കുന്നു, അങ്ങനെ ചേർക്കുന്നു, ആരോഗ്യത്തെ നശിപ്പിക്കുന്നു എന്നുള്ളതാണ്. പക്ഷെ നിങ്ങൾ രണ്ടുപേരും കൂടെ ചെയ്യുന്ന ഒരു കുടുംബം പോലെ ചെയ്യുന്ന ആ പ്രവർത്തനം അങ്ങോളം ഇങ്ങോളം എത്തണം. അതിനുവേണ്ടി എല്ലാവിധ ആശംസകളും തരികയാണ് മാഡത്തിനും സാറിനും. അപ്പോൾ വളരെ മനോഹരമായ രീതിയിൽ ലൈവ് കോക്കനട്ട് ഓയിൽ എങ്ങനെ നിർമ്മിക്കാം, എങ്ങനെയാണ് നമ്മുടെ ആരോഗ്യത്തെ സംരക്ഷിക്കേണ്ടതെന്നാണ് അരുൺ സാറും മാഡവും നമുക്ക് പറഞ്ഞു തന്നത്. ആവശ്യമുള്ളവർ തീർച്ചയായും അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യണം. ഇവിടെ ഷോപ്പും ഒക്കെ ഉണ്ട്, നമ്പറും ഒക്കെ ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആരോഗ്യ സംരക്ഷണത്തിന് സഞ്ജീവനി ലൈവ് കോക്കനട്ട് ഓയിൽ നമുക്കൊരു റൈറ്റ് ചോയ്സാണ്. വീണ്ടും കാണാം. പ്രിയപ്പെട്ട ക്യാമറാമാൻ രജുവി പറവൂറിനും എൻ്റെയർ മീഡിയ ടീമിനുമൊപ്പം പ്രിയപ്പെട്ട അരുൺ സാറിനും വൈഫിനുമൊപ്പം സൈനിങ് ഓഫ് ഷിയാദ് ചങ്ങനാശ്ശേരി.